ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴക്കാലത്ത് എല്ലാവർക്കും തന്നെ വളരെയേറെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പച്ചക്കറി കടയിലൊക്കെ വെറുതെ വലിച്ചെറിയുന്ന ഒരു സാധനമാണ് ഈ ഉള്ളിച്ചാക്ക്. ഒരു പൈസ പോലും ചിലവില്ലാതെ വെറുതെ കിട്ടുന്ന ഈ സാധനം കൊണ്ട് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ വലിയൊരു കാര്യം ചെയ്യാം. അടുത്തുള്ള കടയിൽ നിന്നും എനിക്ക് കിട്ടിയ ഉള്ളിച്ചാക്കാണ് കേട്ടോ ഇത്. ഇതിൽ നിറയെ അഴുക്കും ചെളിയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് സോപ്പ് പൊടിയും ഡെറ്റോളും ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഉള്ളിച്ചാക്ക് ഞാനിവിടെ നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം. ഉള്ളിച്ചാക്കിൻ്റെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ഇതിൻ്റെ നീണ്ട അരികെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിൻ്റെ നൂല് അഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് മടക്കിയെടുത്താൽ നമുക്ക് പാത്രം കഴുകാനുള്ള അടിപൊളി സ്ക്രബ്ബറായി. 35 രൂപയോളം വില വരുന്ന ഇതുപോലുള്ള സ്ക്രബ്ബറാണ് നമ്മൾ സാധാരണയായി പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു മാസം പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഇതുപോലുള്ള സ്ക്രബ്ബർ വാങ്ങി വെറുതെ കാശ് കളയണ്ട കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ആ പച്ച നിറത്തിലുള്ള പൊരുപ്പിൽ സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ വക്കിൽ പറ്റിപ്പിടിച്ചിരിക്കാനും നമ്മുടെ ആഹാരത്തിലൂടെ ഉള്ളിൽ പോകാനും ചാൻസ് ഉണ്ട്. ഒരൽപ്പം വിംബാറ് പുരട്ടിയതിന് ശേഷം നമ്മുടെ ഉള്ളിച്ചാക്ക് കൊണ്ട് പാത്രം കഴുകി നോക്കിയേ, നല്ല പതയും നല്ല വൃത്തിയും. ഒരു തവണ പുരട്ടിയെടുത്ത സോപ്പ് കൊണ്ട് 5 or 6 പാത്രങ്ങൾ വരെ കഴുകിയെടുക്കാം. അത്രയ്ക്ക് പതയാണ് നമ്മുടെ ഉള്ളിച്ചാക്കിന്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്ക്രബ്ബർ വാങ്ങുന്ന പൈസയും ലാഭിക്കാം, സോപ്പ് വാങ്ങുന്ന പൈസയും ലാഭിക്കാം. ഇനി ഒരു മാസത്തേക്ക് പാത്രം കഴുകാൻ വെറും 5 രൂപയുടെ ഒരു വിംബാറ് മാത്രം മതി. വിംബാറിൽ മാത്രമല്ല കേട്ടോ, ലിക്വിഡിലും ഇതിന് നല്ല പതയാണ്. പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഈ ഉള്ളിച്ചാക്കിൻ്റെ കഷ്ണവും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊരു ആണിയിൽ തൂക്കിയിട്ടാൽ മതി, അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. ഇനി ഓരോ തവണയും നല്ല വൃത്തിയുള്ള ഉണങ്ങിയ സ്ക്രബ്ബർ കൊണ്ട് നമുക്ക് പാത്രം കഴുകാം. 1-2 ആഴ്ചയ്ക്ക് ശേഷം ഇത് ചീത്തയായെന്ന് തോന്നുവാണെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ കഷ്ണം മുറിച്ചെടുക്കാം. വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. മഴക്കാലത്ത് നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നനഞ്ഞ തുണിയൊക്കെ ഉണക്കിയെടുക്കുക എന്നുള്ളത്. നനഞ്ഞ തുണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കുന്നതിന് വേണ്ടി ബംഗാളി തൊഴിലാളികൾ ചെയ്യുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചെറിയ മുറികളിലോ ഫ്ലാറ്റുകളിലോ ലോഡ്ജുകളിലോ ഒക്കെ താമസിക്കുന്നവർക്ക്, അതായത് നീളൻ അഴ കെട്ടി തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ടിപ്പ്. കോരിച്ചൊരിയുന്ന ഈ മഴക്കാലത്ത് നീളത്തിലുള്ള അഴ കെട്ടാതെ തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തുണി ഉണക്കിയെടുക്കാനുള്ള 2 അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ഹാങ്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള മെറ്റൽ ഹാങ്കർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ നമുക്ക് ഹാങ്കറിൻ്റെ കൊളുത്തിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വിടിവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന ഹാങ്കറിൻ്റെ ആ ഭാഗത്ത് പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ട് അവിടെ ഒന്ന് ചുരണ്ടിയ ശേഷം നമുക്കത് അടർത്തിയെടുക്കാവുന്നതാണ്. ഹാങ്കറിൻ്റെ കൊളുത്തിൻ്റെ ഭാഗം വെടിവെച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ വളച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്ലെയറോ മറ്റോ വെച്ച് നമുക്കിത് വളച്ചെടുക്കാവുന്നതാണ്. ഹാങ്കറിൻ്റെ ആ കൊളുത്തുണ്ടല്ലോ, ആ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ കൊളുത്തില്ലാത്ത ഭാഗമാണ് വളച്ചെടുക്കേണ്ടത്. ഇതുപോലെ വേണം ഹാങ്കർ വളച്ചെടുക്കാൻ. പഴയ ഒരു ഹാങ്ങറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആ കമ്പി കാണുന്ന ഭാഗത്തെല്ലാം നമുക്ക് കുറച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഉണക്കാനിടുന്ന തുണികൾ കമ്പിയിൽ ഉരഞ്ഞ് കീറി പോവാതിരിക്കാനും അതുപോലെ തന്നെ കമ്പിയിൽ തുരുമ്പ് തുണികളിലേക്ക് പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പുതിയ ഹാങ്ങറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാങ്കർ കൊണ്ടുള്ള അഴ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നനഞ്ഞ തുണികൾ ഇട്ട് കൊടുക്കാം. ചെറിയ തുണികളാണെങ്കിൽ 3-4 എണ്ണം ഒക്കെ ഇതിലേക്ക് ഇട്ട് ഉണക്കാവുന്നതാണ്. അതുപോലെ ടവലുകൾ, ജെൻസിൻ്റെ മുണ്ട്, ഇതൊക്കെ നമുക്കിതിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. സീലിങ്ങിലോ അല്ലെങ്കിൽ ജനാലയുടെ സൈഡിനോ അങ്ങനെ സൗകര്യപ്രദമായ എവിടെ വേണമെങ്കിലും നമുക്കിത് തൂക്കിയിടാവുന്നതാണ്. ഹാങ്കർ വെച്ചുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കയറൊക്കെ വെച്ച് നീളൻ അഴ കെട്ടി തുണിയിടാൻ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കുട്ടയാണ്. ഒരു കുപ്പിയുടെ അടുപ്പെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് പപ്പട കമ്പിയോ മറ്റോ ചൂടാക്കി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല നീളമുള്ള നല്ല ബലമുള്ള കുറച്ച് പ്ലാസ്റ്റിക് ചരടുകളാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ചരടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
ഇതിൽ നിന്നും 1 മീറ്റർ നീളത്തിലുള്ള 2 കഷ്ണം മുറിച്ചെടുക്കാം. നമ്മളെടുത്ത ചരടുകൾ കുട്ടയുടെ ഉള്ളിലെ ദ്വാരത്തിലൂടെ കടത്തിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് വലിച്ചെടുക്കാം. കുട്ടയ്ക്കുള്ളിലേക്ക് ഇതുപോലെ വേണം ചരടിട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചരടിൻ്റെ 4 അറ്റവും പുറത്ത് വന്നിട്ടുണ്ട്. ചരടിൻ്റെ 4 അറ്റവും ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന കുപ്പിയുടെ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചരട് 4ഉം ഇട്ടതിന് ശേഷം കുപ്പിയുടെ അടപ്പിനോട് ചേർത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ കുട്ട എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആ മുറിച്ചതിന് ശേഷം ബാക്കി വന്ന ചരടിൽ നിന്നും കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകൾ കൂടി മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത കുഞ്ഞു പീസിൽ നിന്നും ഓരോന്നെടുത്ത് കുട്ടയുടെ വക്കിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം കെട്ടുന്ന ചരട് കുട്ടയോട് ചേർത്ത് കെട്ടണം. പിന്നീട് കെട്ടുന്നത് കുറച്ച് ലൂസായിട്ട് കെട്ടണം. അങ്ങനെ ഇടവിട്ട് കുട്ടയോട് ചേർത്തും ലൂസായിട്ടും ചരടുകൾ ഇതുപോലെ കെട്ടിവെക്കാൻ ശ്രദ്ധിക്കണേ. കുട്ടയുടെ വക്കിന് ചുറ്റിലും കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഇടവിട്ട് ഇങ്ങനെ ചരടുകൾ കെട്ടിവെക്കാം. ഇപ്പോൾ നമ്മുടെ കുട്ട കൊണ്ടുള്ള അഴ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷർട്ടോ ടീഷർട്ടോ ബനീനോ അങ്ങനെ നനഞ്ഞ തുണികൾ ഓരോന്നെടുത്ത് ഹാങ്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ കുട്ടയുടെ വക്കിൽ കെട്ടിവെച്ച ചരടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടയുടെ വക്കിൽ നമ്മൾ ആ ചരട് ടൈറ്റായിട്ടും ലൂസായിട്ടും കെട്ടിയത് കാരണം തുണികൾ ഇടുമ്പോൾ തുണികൾ കൂടിക്കിടക്കില്ല. മാത്രമല്ല തുണികൾക്കിടയിൽ നല്ല സ്പേസ് ഉണ്ടാകുകയും നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. സീലിങ്ങിലോ ജനാലയുടെ സൈഡിനോ അങ്ങനെ സൗകര്യപ്രദമായ ഏത് സ്ഥലത്തും നമുക്ക് ഇതും തൂക്കിയിടാവുന്നതാണ്. മഴ മാറി പെട്ടെന്ന് വെയിൽ ഉദിക്കുന്ന സമയത്ത് നമുക്കിത് പുറത്ത് കൊണ്ടുപോയി തൂക്കിയിടാവുന്നതാണ്. അതുപോലെ തന്നെ മഴയൊക്കെ വരുമ്പോൾ ഓടി നടന്ന് തുണികൾ പെറുക്കിയെടുക്കുകയും വേണ്ട. ഈ കുട്ട മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ മഴക്കാലത്ത് തുണികൾ ഉണക്കിയെടുക്കാനുള്ള ഈ 2 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്